Radio Line News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. യുവ ഡ്രൈവർമാരുടെ കാർ ഇൻഷുറൻസ് തുകയിൽ വർധനവ്. ശരാശരി ഇൻഷുറൻസ് തുക 3000 പൗണ്ടിൽ. ബ്രിട്ടനിലെ യുവ ഡ്രൈവർമാർ അവരുടെ വരുമാനത്തിന്റെ 10% കാർ ഇൻഷുറൻസിനായി ചെലവാക്കേണ്ട സ്ഥിതിയാണെന്ന് പുതിയ കണക്കുകൾ. 18 വയസ്സുള്ള ഡ്രൈവർമാർ ഇൻഷുറൻസിന് പ്രതിവർഷം 2000 പൗണ്ട് വരെ പ്രീമിയമായി നൽകേണ്ടി വരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു വർഷത്തിനുള്ളിൽ വൻ വർധനവാണ് ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇൻഷുറൻസ് തുക വർദ്ധിച്ചതോടെ 5-ൽ 1 യുവ ഡ്രൈവർമാർ വീതം പറയുന്നത് തങ്ങൾ വാഹനം ഓടിക്കുന്നത് കുറച്ചുകൊണ്ടുവരികയാണ് എന്നാണ്. 18-നും 21-നും ഇടയിൽ പ്രായമുള്ള ഡ്രൈവർമാർക്ക് ശരാശരി കാർ ഇൻഷുറൻസ് പ്രീമിയം ഇപ്പോൾ ഏകദേശം 2350 പൗണ്ട് ആയിരിക്കുകയാണ് എന്ന confused.comന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പറയുന്നു. ഈ കമ്പാരിസൺ സൈറ്റിലെ ഏറ്റവും പുതിയ ഇൻഷുറൻസ് പ്രീമിയം ഇൻഡെക്സ് കാണിക്കുന്നത് ഈ പ്രായത്തിലുള്ളവരുടെ ഇൻഷുറൻസ് തുകയിൽ 17% വർധനവ് ഉണ്ടായി എന്നാണ്. ഇത് ഈ പ്രായത്തിലുള്ളവരുടെ ശരാശരി വാർഷിക വരുമാനമായ 23,668 പൗണ്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിന്റെ 9.9% വരും. അതായത് മൊത്തം വരുമാനത്തിന്റെ 9.9% ചെലവാക്കേണ്ടി വരുന്നത് കാർ ഇൻഷുറൻസിനായിട്ടാണ് എന്നാണ് പുതിയ കണക്കുകൾ വെളിപ്പെടുത്തുന്നത്. ജീവിതത്തിലും മരണത്തിലും ഒരുമിച്ച അനിലിനും സോണിയയ്ക്കും ഒരേ കല്ലറയിൽ അന്ത്യനിദ്ര. കണ്ണീരോടെ മലയാളി സമൂഹം. UK-യിലെ റെഡിഷിലെ മലയാളി സമൂഹത്തെ വേദനയിലാഴ്ത്തി വിട പറഞ്ഞ അനിൽ ചെറിയാൻ സോണിയ ദമ്പതികൾക്ക് ഒരേ കല്ലറയിൽ അന്ത്യനിദ്ര. കഴിഞ്ഞ ദിവസം അവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ RC ചർച്ചിൽ നടന്ന പൊതുദർശന ശുശ്രൂഷകളിൽ UK-യുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആളുകളാണ് എത്തിച്ചേർന്നത്. രാവിലെ 11:45 ആരംഭിച്ച പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് 2-ന് റെഡിഷ് ബറോ സെമിത്തേരിയിലാണ് സംസ്കാര ശുശ്രൂഷകൾ നടന്നത്. തുടർന്ന് ഇരുവരെയും പ്രാദേശിക കൗൺസിലിന്റെ പ്രത്യേക അനുമതിയോടെ ഒരേ കല്ലറയിൽ അടക്കി. ഇരുവർക്കും വിട ചൊല്ലാനായി ഉത്രാടനാളിൽ തിരക്കുകൾ മാറ്റിവെച്ചാണ് മലയാളി സമൂഹം റെഡിച്ചിലെത്തിയത്. സംസ്കാര ശുശ്രൂഷകൾക്ക് ബർമിംഗ്ഹാം ഹോളി ട്രിനിറ്റി ചർച്ചിലെ ഷബി മാത്യു മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സംസ്കാര ചടങ്ങിൽ റെഡിഷ് ബാറോ കൗൺസിൽ മേയർ ജുമാ ബീഗം, റെഡിഷ് MP ക്രിസ്റ്റഫർ ബ്ലോറ എന്നിവർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. റെഡിഷിലെ മലയാളി സംഘടനയായ KCA ആണ് സംസ്കാര ശുശ്രൂഷകൾക്കുള്ള ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയത്. സംസ്കാരത്തിന് വേണ്ടി വരുന്ന ചെലവുകൾക്കുള്ള തുക KCA തന്നെ കണ്ടെത്തി നൽകുകയായിരുന്നുവെന്ന് KCA പ്രസിഡന്റ് ജെയ് തോമസ്, സെക്രട്ടറി ജസ്റ്റിൻ മാത്യു എന്നിവർ അറിയിച്ചു. GP അപ്പോയിന്റ്മെന്റുകൾക്ക് 4 ആഴ്ച നീളുന്ന റെക്കോർഡ് കാത്തിരിപ്പ്. GP അപ്പോയിന്റ്മെന്റുകൾക്ക് 4 ആഴ്ച കാത്തിരിപ്പ് എന്ന റെക്കോർഡ് നിലയിലെത്തിയതായി കണക്കുകൾ. ഈ വർഷം ഈ കാത്തിരിപ്പ് വർദ്ധിക്കുന്നതായാണ് റിപ്പോർട്ട്. ജൂലൈ വരെ 7 മാസങ്ങളിൽ GP അപ്പോയിന്റ്മെന്റിന് 4-ഓ അതിലേറെയോ ആഴ്ചകൾ കാത്തിരിക്കുന്നവരുടെ എണ്ണം 10.3 മില്യണിലാണെന്ന് NHS ഡേറ്റ പരിശോധിച്ച ലിബറൽ ഡെമോക്രാറ്റുകൾ കണ്ടെത്തി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 1.7 മില്യൺ കൂടുതലാണിത്. ആ ഘട്ടത്തിൽ 8.6 മില്യൺ അപ്പോയിന്റ്മെന്റുകളാണ് 4 ആഴ്ചയിലേറെ എടുത്തത്. ഈ വർഷവും കണക്കുകൾ സമാനമായ തോതിൽ തുടരുകയാണ്. ഇത് ആവർത്തിച്ചാൽ 4 ആഴ്ചയിലെ റെക്കോർഡ് 17.6 മില്യണിലെത്തുമെന്നാണ് കരുതുന്നത്. ചില മേഖലകളിൽ 10-1 GP അപ്പോയിന്റ്മെന്റുകളും 4 ആഴ്ചയോ അതിലേറെയോ വേണ്ടി വന്നതായി NHS ഡേറ്റ വ്യക്തമാക്കുന്നു. ഗ്ലാസ്ഷെയറിലാണ് 4 ആഴ്ച കാത്തിരിപ്പ് ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തുന്നത്. 10.1% GP അപ്പോയിന്റ്മെന്റുകളും ഈ വിഭാഗത്തിലാണ് പെടുന്നത്. ഡർബിഷെയർ ആൻഡ് ഗ്ലോസോപ്പ്, ഡോർസെറ്റ്, ഷാർലി, സൗത്ത് റിബിൾ എന്നിവിടങ്ങളിൽ 9% രോഗികളും ഈ സ്ഥിതി നേരിടുന്നു. GP-മാർ സമര നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ സ്ഥിതി കൂടുതൽ വഷളാകുമെന്നാണ് ആശങ്ക. 10-ൽ 7 പെൻഷൻകാർക്കും വിന്റർ ഫ്യൂവൽ പേയ്മെന്റ് നഷ്ടമാകും. പെൻഷൻ ക്രെഡിറ്റ് ലഭിക്കുന്നവർക്ക് മാത്രമായി വിന്റർ ഫ്യൂവൽ പേയ്മെന്റ് പരിമിതപ്പെടുത്താനാണ് മാറ്റങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമന്ത്രി കീർ സ്റ്റാർമറും ചാൻസലർ റേച്ചൽ റീവ്സും ചേർന്ന് നടപ്പാക്കുന്ന വിന്റർ ഫ്യൂവൽ പേയ്മെന്റ് വെട്ടിനിർത്തുന്ന പദ്ധതി വികലാംഗരായ 10-ൽ 7 പെൻഷൻകാരെയും ബാധിക്കുമെന്ന് കണക്ക്. ഗവൺമെന്റിന്റെ സ്വന്തം കണക്കുകളാണ് ഇത് സ്ഥിരീകരിക്കുന്നത്. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും പെൻഷൻകാരിൽ നിന്നും പണം ലാഭിക്കാനായി ലക്ഷക്കണക്കിന് പേർക്കുള്ള വിന്റർ പേയ്മെന്റുകൾ പിൻവലിക്കാനുള്ള പദ്ധതിയാണ് ലേബർ എതിർപ്പുകൾക്കിടയിൽ സഭയിൽ പാസാക്കിയെടുത്തത്. ഇത് 1.6 മില്യൺ വരുന്ന വികലാംഗത്വം ബാധിച്ച 71%-യും ബാധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. പെൻഷൻ ക്രെഡിറ്റ് ലഭിക്കുന്നവർക്ക് മാത്രമായി വിന്റർ ഫ്യൂവൽ പേയ്മെന്റ് പരിമിതപ്പെടുത്താനാണ് മാറ്റങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വികലാംഗത്വം ബാധിച്ചിട്ടുള്ള 71% പേർക്കും ആനുകൂല്യം നഷ്ടമാകുമെന്ന് വർക്ക് ആൻഡ് പെൻഷൻസ് ഡിപ്പാർട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച പരിശോധനാ റിപ്പോർട്ട് വ്യക്തമാക്കി. സ്റ്റേറ്റ് പെൻഷന് പുറമെ ഏതെങ്കിലും ഡിസബിലിറ്റി ആനുകൂല്യം ലഭിക്കുന്നവരെ ഉൾപ്പെടുത്തിയാണ് പരിശോധന നടത്തിയത്. UK-യിലെ പലിശ നിരക്കുകൾ 3%-ലേക്ക് താഴുമെന്ന് പ്രവചനം. അടുത്ത വർഷത്തോടെ നിരക്കുകൾ വെട്ടിക്കുറയ്ക്കും. UK-യിലെ പലിശ നിരക്കുകളുടെ ഭാരം കുറയ്ക്കാനുള്ള നടപടികൾക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് തുടക്കം കുറിച്ചെങ്കിലും ഇത് വലിയ രീതിയിൽ മുന്നേറിയിട്ടില്ല. മോർഗേജ് എടുത്തവർക്കും മറ്റ് ലോണുകളും ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്കും നിരാശ സമ്മാനിക്കുന്ന കാര്യമാണ് ഇത്.
എക്കോണമിയെ സംബന്ധിച്ച് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ജാഗ്രത പുലർത്തുന്നതിന് പല കാരണങ്ങളുമുണ്ട്. പലിശ നിരക്ക് കുറയ്ക്കുന്നത് പരമ്പരയായി നടപ്പാക്കാൻ അടുത്ത വർഷം വരെ കാത്തിരിക്കണമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന പ്രവചനങ്ങൾ. അടുത്ത വർഷം ഈ സമയത്ത് UK പലിശ നിരക്കുകൾ 3% താഴുമെന്ന് ഗോൾഡ്സ്മാൻ സാഷസ് പ്രവചിക്കുന്നു. ലക്ഷക്കണക്കിന് വരുന്ന മോർഗേജുകാർക്ക് ഏറെ ആശ്വാസമാകുന്ന നടപടിയാകും ഇത്. ബാങ്ക് പാലിക്കുന്ന ജാഗ്രതാപരമായ നിലപാട് അധികം വൈകാതെ മാറുമെന്നാണ് വാൾസ്ട്രീറ്റ് ബാങ്കിലെ വിദഗ്ധരും വിശ്വസിക്കുന്നത്. ഇനി നാട്ടിലെ വാർത്തകൾ. മാസ്ക് നിർബന്ധമാക്കി. കടകൾ 10 മുതൽ 7 വരെ മാത്രം. തിയേറ്ററുകൾ തുറക്കരുത്. മലപ്പുറത്ത് നിയന്ത്രണം കടുപ്പിക്കുന്നു. മലപ്പുറത്ത് നിപ്പ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. മാസ്ക് നിർബന്ധമാക്കി. പൊതുജനങ്ങൾ കൂട്ടം കൂടാൻ പാടില്ല. തിയേറ്ററുകൾ അടച്ചിടണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകി. വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 7 മണി വരെ മാത്രമേ പ്രവർത്തിക്കാവൂ എന്നും നിർദ്ദേശമുണ്ട്. തിരുവാലി പഞ്ചായത്തിലെ 4, 5, 6, 7 വാർഡുകളിലും മമ്പാട്ടെ 7ാം വാർഡിലുമാണ് നിയന്ത്രണം കടുപ്പിച്ചത്. ട്യൂഷൻ സെന്ററുകൾ പ്രവർത്തിക്കരുതെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓണാവധി ആയതിനാൽ സ്കൂളുകൾ, അങ്കണവാടികൾ തുടങ്ങിയ പ്രവർത്തിക്കാത്തത് ആശ്വാസകരമാണ്. പ്രദേശത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ സർവേ ആരംഭിച്ചു. കണ്ടെയ്ൻമെന്റ് സോണുകളിലെ വീടുകളിലെത്തി പനിയോ മറ്റ് രോഗലക്ഷണങ്ങളോ ഉള്ളവരെ കണ്ടെത്തുകയാണ് ലക്ഷ്യം. ആരോഗ്യ പ്രവർത്തകർ, അങ്കണവാടി വർക്കർമാർ തുടങ്ങിയവരടങ്ങുന്ന സംഘമാണ് സർവേ നടത്തുന്നത്. നിപ ലക്ഷണങ്ങൾ കണ്ടെത്തുന്നവരെ എത്രയും വേഗം ഐസൊലേഷനിലേക്ക് മാറ്റാനാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. റേഷൻ കാർഡ് മസ്റ്ററിംഗ് അന്ത്യശാസനവുമായി കേന്ദ്ര സർക്കാർ. ബുധനാഴ്ച മുതൽ മസ്റ്ററിംഗ് ആരംഭിക്കും. 1.5 മാസത്തിനകം റേഷൻ കാർഡ് മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന കേന്ദ്ര നിർദ്ദേശത്തിന് പിന്നാലെ മസ്റ്ററിംഗിന് ഒരുങ്ങി സംസ്ഥാന സർക്കാർ. ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് പുനരാരംഭിക്കും. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ അരി നൽകില്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അന്ത്യശാസനം. റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടത്താൻ ഭക്ഷ്യവകുപ്പ് നേരത്തെ തീരുമാനിച്ചെങ്കിലും സെർവർ തകരാർ മൂലം നിർത്തിവെക്കുകയായിരുന്നു. റേഷൻ വിതരണവും മസ്റ്ററിംഗും ഇപോസ് മെഷീനിലൂടെ ഒരേ സമയം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. മസ്റ്ററിംഗ് പ്രക്രിയ റേഷൻ വിതരണത്തെ പ്രതികൂലമായി ബാധിച്ചതോടെയാണ് മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവെക്കാൻ സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ ഒക്ടോബർ 31-നകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് കാട്ടി കേന്ദ്രം സംസ്ഥാനത്തിന് കത്ത് നൽകി. 10 വർഷം കഴിഞ്ഞവർക്കടക്കം ആധാർ കാർഡിൽ ആശ്വാസ തീരുമാനം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ആധാർ കാർഡിലെ വിവരങ്ങൾ ഓൺലൈനിലൂടെ സൗജന്യമായി പുതുക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ 14-ന് അവസാനിക്കുമെന്ന അറിയിപ്പിൽ ആശങ്കപ്പെട്ടിരുന്നവർക്ക് കേന്ദ്ര സർക്കാരിന്റെ ആശ്വാസ പ്രഖ്യാപനം. ആധാർ കാർഡ് എടുത്തിട്ട് 10 വർഷം കഴിഞ്ഞവർക്കടക്കം സൗജന്യമായി വിവരങ്ങൾ പുതുക്കാനുള്ള തീയതി വീണ്ടും നീട്ടിക്കൊണ്ട് കേന്ദ്രം ഉത്തരവിറക്കി. പുതിയ ഉത്തരവ് പ്രകാരം 2024 ഡിസംബർ 14 വരെ ഫീസ് ഇല്ലാതെ ആധാർ കാർഡ് ഉടമകൾക്ക് അവരുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാമെന്ന് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നു. ആധാർ രാജ്യത്തെ ഒരു പൗരന്റെ പ്രധാന തിരിച്ചറിയൽ രേഖ ആയതിനാൽ തന്നെ ഇതുവരെ പുതുക്കിയിട്ടില്ലാത്തവർ ഉടനെ പുതുക്കേണ്ടതാണെന്ന് UIDAI ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓരോ 10 വർഷം കൂടുമ്പോഴും ആധാർ വിവരങ്ങൾ പുതുക്കണമെന്നും UIDAI നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇനി സ്പോർട്സ് വാർത്തകൾ. ISL നാണം കെട്ടു തുടങ്ങി ബ്ലാസ്റ്റേഴ്സ്. പഞ്ചാബിനോട് തോറ്റു. കളി കൈവിട്ടത് അവസാന സമയം. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 2024-25 സീസണിലെ ആദ്യ മത്സരത്തിൽ തോൽവിയോടെ തുടങ്ങി കേരള ബ്ലാസ്റ്റേഴ്സ്. ബ്ലാസ്റ്റേഴ്സിന്റെ തട്ടകമായ കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ പഞ്ചാബിനോട് 2-1 ബ്ലാസ്റ്റേഴ്സ് തോറ്റത്. അവസാന സമയത്തെ കടുത്ത പോരാട്ടത്തിനൊടുവിൽ ബ്ലാസ്റ്റേഴ്സിനെ പഞ്ചാബ് നാണം കെടുത്തുകയായിരുന്നു. 4-2-3-1 ഫോർമേഷനിൽ ഇറങ്ങിയ പഞ്ചാബിനെ അതേ ഫോർമേഷനിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നേരിട്ടത്. 2-ാം മിനിറ്റിൽ തന്നെ പഞ്ചാബ് ടീം ബ്ലാസ്റ്റേഴ്സിനെ ഞെട്ടിച്ചു. വിനിത് റോയ് ലോങ് റേഞ്ചിലൂടെ ഗോളാക്കാൻ ശ്രമിച്ചെങ്കിലും പോസ്റ്റിൽ നിന്ന് വളരെ അകന്ന് കടന്നുപോയി. 10-ാം മിനിറ്റിൽ രാഹുൽ KP നൽകിയ ത്രോ ബോളിൽ നിന്ന് മികച്ച ക്രോസ് ബോക്സിലേക്ക് എത്തിയെങ്കിലും പ്രതിരോധ നിര തടുത്തു. 12-ാം മിനിറ്റിൽ രാഹുൽ KP ലോങ് ഷോട്ട് തൊടുത്തെങ്കിലും തടുക്കപ്പെട്ടു. റീബൗണ്ടായ പന്തിനെ മുഹമ്മദ് എയ്മൻ പോസ്റ്റിലേക്ക് തൊടുത്തെങ്കിലും പ്രതീക്ഷിച്ച ശക്തി ഇല്ലായിരുന്നു. ഇതോടെ പഞ്ചാബ് ഗോളി രവികുമാർ അനായാസം പന്ത് സേവ് ചെയ്തു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച മുന്നേറ്റങ്ങളാണ് ആദ്യ സമയങ്ങളിൽ കണ്ടത്. പന്തടക്കത്തിൽ ബ്ലാസ്റ്റേഴ്സ് മുന്നിട്ട് നിന്നപ്പോൾ പഞ്ചാബാണ് ആക്രമണത്തിൽ ഒരുപിടി മുന്നിട്ട് നിന്നത്. 2 ടീമുകളും അവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ഗോളിലേക്ക് എത്താൻ ഇരു ടീമിനും സാധിക്കാതെ പോയി എന്നതാണ് സത്യാവസ്ഥ. പ്രീമിയർ ലീഗിൽ ജയം തുടർന്ന് ആഴ്സണൽ. സ്പാനിഷ് ലീഗിൽ വമ്പൻ ജയവുമായി ബാഴ്സലോണ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണലിന് ജയം. ടോട്ടൻഹാമിനെതിരെ 1 ഗോളിന്റെ ജയമാണ് ഗണ്ണേഴ്സ് നേടിയത്. ഗബ്രിയേലാണ് ആഴ്സണലിനായി സ്കോർ ചെയ്തത്. മറ്റൊരു മത്സരത്തിൽ വോൾസിനെ ന്യൂകാസിൽ യുണൈറ്റഡ് 2-1 പരാജയപ്പെടുത്തി. ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി 1-ാം സ്ഥാനത്തും ആഴ്സണൽ 2-ാം സ്ഥാനത്തുമാണ്. സ്പാനിഷ് ലീഗിൽ ബാഴ്സലോണ കൂറ്റൻ ജയം സ്വന്തമാക്കി. ജിറോണയ്ക്കെതിരെ 4-1 ജയമാണ് ബാഴ്സ നേടിയത്. ബാഴ്സയ്ക്കായി ലാമിൻ യമാൽ ഇരട്ട ഗോൾ നേടി. ഡാനി ഒൽമോ, പെഡ്രി എന്നിവരും കറ്റാലൻസിനായി സ്കോർ ചെയ്തു. ഫെറാൻ ടോറസിന് മത്സരത്തിന്റെ 86-ാം മിനിറ്റിൽ ചുവപ്പ് കാർഡ് ലഭിച്ചു. മറ്റ് മത്സരങ്ങളിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് എതിരില്ലാത്ത 3 ഗോളിന് വലൻസിയയെ പരാജയപ്പെടുത്തി. റയൽ വലാഡോൾഡിനെ സെൽറ്റോ വീഗോ 3-1 പരാജയപ്പെടുത്തി. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 110.41 രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.
Radio